ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിത് 2-3 ദിവസം നമ്മുടെ OnePlusന്റെ Nord 5 നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓവറോൾ ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു OnePlusന്റെ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാധനത്തിന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ 8GB 256GB വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 32,000 രൂപയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ചില ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ട് കറക്റ്റ് 30,000 റേഞ്ചിൽ വരും. 8GB വരുന്നുണ്ടായാലും മോശമൊന്നുമില്ലാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ്. ഇത് 8GB വരുന്നത് തന്നെയാണ്, അപ്പോൾ മോശമില്ലാണ്, നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ കമ്പാരിസൺ എന്ന് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഐക്യൂന്റെ ഉണ്ട്, നിയോ. പക്ഷെ ഇതിന്റെ അത്രയ്ക്കും ഒരു എന്താ പറയുക പ്രീമിയംനെസ്സോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഒന്നും നമുക്ക് ഈ പറഞ്ഞ ബ്രാൻഡുകൾക്കൊന്നും ഇല്ല. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാം, OnePlus എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു ശരിക്കും OnePlus ഭയങ്കര ടോപ്പിൽ നിൽക്കായിരുന്നു. ആ റീസെന്റ് ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷമാണ് അവരാകെ കുറച്ചങ്ങനെ ഇടിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിന് ഗ്രീൻ ലൈൻ, നമുക്ക് ലൈഫ് ടൈം ഫ്രീ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറന്റിയും കാര്യങ്ങളൊക്കെ എടുക്കാം. വലിയ പ്രൈസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പാരിറ്റീവ്ലി സാംസങ്ങും ആപ്പിളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 10% പോലും പ്രൈസ് എക്സ്റ്റൻഡ് വാറന്റിക്കൊന്നും OnePlusന്റെ റേഞ്ചിൽ വരുന്നില്ല. അതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണ്. എന്തായാലും നമുക്ക് ഇനീഷ്യൽ തന്നെ ഞാൻ അതിന്റെ പ്രോസും കോൺസും പറയാം. റിവ്യൂ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് പ്രോസ് എന്ന് പറയാനുള്ളത് ആദ്യം തന്നെ ഒരു ഡിസ്പ്ലേ ആണ്. കണ്ടു, പറഞ്ഞപ്പോൾ തന്നെ ഡിസ്പ്ലേ തന്നെ ഓണായി. ഈ സാധനത്തിന്റെ ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം ഒരു നോഡ് സീരീസിലത്തെ ഒരു ഫോണാണെന്ന് ആരും പറയില്ല. അത്രയും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. പറയുമ്പോൾ വലിയ ഡിസ്പ്ലേ ആണ്. ഞാൻ അതിന്റെ വലിയ സ്പെക്സും കാണുന്നൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് പ്രാക്ടിക്കൽ റിവ്യൂ നോക്കിയാൽ പോരെ. ഫിംഗർ പ്രിന്റ് താഴെയാണ്, അതൊരു ഹൈ ഡ്രോബാക്ക് ആണ്. പക്ഷെ യൂസ് ടു ആവും നിങ്ങൾ, ഫാസ്റ്റ് ആണ്, വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടു, ഒപ്റ്റിക്കൽ തന്നെയാണ്, സാധ്യമാണ് വരുന്നത് കേട്ടോ. പക്ഷെ താഴെയാണ് വരുന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേയിൽ. പിന്നെ നമുക്ക് ഇപ്പോൾ ബ്രൈറ്റ്നസ് ആയാലും ക്വാളിറ്റി ആയാലും എല്ലാം നല്ല കിടിലൻ നല്ല സംഭവമായിട്ട് തന്നെ വരുന്നുണ്ട്. ഭയങ്കര ബെസ്റ്റ് ഒക്കെ ഭയങ്കര ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ OnePlusന്റെ തന്നെ ഇപ്പോൾ ഇത് 13S ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ക്വാളിറ്റി ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. അതിന് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ബെസലിന്റെ കാര്യത്തിലാണ് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഫ്രണ്ട് ബെസൽ കണ്ടു കഴിഞ്ഞാൽ അത് പറയില്ല നിങ്ങൾ നോട്ട് സീരീസിലത്തെ ഒരു ഫോണാണെന്ന്. അതാണ് മെയിൻ ആയിട്ട് ഒരു എന്താ പറയുക ഒരു അപ്ഗ്രേഡ് എന്ന് പറയാനുള്ളത്. പിന്നെ പ്രൊസസ്സറും അത്യാവശ്യം നല്ല 8S Gen 4 ആണ് വരുന്നത്, 8S Gen 3 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല, നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ എന്ന് വേണമെങ്കിൽ സാധനം പറയാട്ടോ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും അതുപോലെ തന്നെ 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 50 മെഗാ പിക്സലാണ് വരുന്നത്. ഓവറോൾ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ എന്താ പറയുക നമ്മൾ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഇതിന് അൺബോക്സിംഗ് വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾ അതിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത, പ്രത്യേകിച്ച് നിങ്ങൾ ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം തന്നെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ലോ ലൈറ്റ് പോകുമ്പോഴാണ് കുറച്ച് ദിവസമൊക്കെ അതിന്റെ നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഫോണിൽ വരുമ്പോൾ ഇഷ്യൂസ് വരില്ലേ, അത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കാണുന്നതായിരിക്കും. കുറേ ഫോട്ടോസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ക്യാമറ സെൻട്രിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു 30,000 രൂപയുടെ ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മോട്ടോ X60 പ്രോയിലേക്ക് പോയിരിക്കും നല്ലത് കേട്ടോ. അതാണ് കുറച്ചുകൂടി ക്യാമറ സെൻട്രിക്. പക്ഷേ മോട്ടോന്റെ ഒക്കെ സർവീസ് ഒക്കെ വൻ പരാജയമാണ് കേട്ടോ. അത് വേറെ കാര്യം. കംപ്ലൈന്റ് വന്നാൽ പെട്ടു. പിക്കപ്പ് സർവീസ് മാത്രമുള്ളവർക്ക് സർവീസ് ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതാണ് മോട്ടോന്റെ മെയിൻ പ്രോബ്ലം. അല്ലാത്ത പക്ഷം മോട്ടോ നല്ല ഡിവൈസ് ആണ്. പക്ഷെ പിന്നെ അത് കർവ് സ്ക്രീൻ ആണ്. കർവ് സ്ക്രീനിൽ കർവ് വരയ്ക്കുന്ന ഇപ്പോൾ ഇഷ്ടമില്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ഇത് ഫ്ലാറ്റ് സ്ക്രീൻ ആണ്. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട സംഭവം. ബാറ്ററി 6800 mAh ബാറ്ററി വരുന്നത്. നമുക്ക് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ബോക്സിൽ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. കേട്ടോ, ഇതിൽ നമുക്ക് ഗ്രേ കളറാണ് നിങ്ങളോട് പറഞ്ഞത്. ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലത് ഗ്രേ ആണ്. പിന്നെ നമുക്കൊരു മാർബിൾ വൈറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് പോയി എടുത്താൽ മതിയിട്ട്. അത് സാധാരണ വൈറ്റ് പോലെയല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ വൈറ്റ് മാർബിൾ ഇല്ലേ, അതിന്റെ പോലെയാണ്. അപ്പോൾ ഈ ലോഗോ, ഇതിന്റെ ലോഗോ മരിക്ക് കാണില്ല, മറ്റേ തീരെ കാണില്ല. വെറുതെ നമ്മളെന്താ സ്കിൻ ഒട്ടിച്ച പോലെയാണ് സാധനം നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഇതിന്റെ സൈഡ് ഫ്രെയിം മെറ്റൽ അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് ആണ്. പക്ഷെ നമുക്ക് തോന്നില്ല അത്രയും നല്ല ക്വാളിറ്റി സാധനം നമ്മൾ പിടിക്കുമ്പോഴും. ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്പ്ലേ പറഞ്ഞപ്പോൾ നോഡ് സീരീസിന്റെ ഫോണാണ് ഞാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെയാണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കാര്യം പറയാൻ. IP65 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇത് USB 2.0 ആണ്. അത് പിന്നെ കുഴപ്പമില്ല, പോട്ടെ, വലിയ മോശമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓക്സിജനോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 4 കൊല്ലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് എല്ലാം മാസവും വരും കേട്ടോ. പിന്നെ അത്യാവശ്യം 1 UA കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ്രോയിഡ് UI എന്നൊക്കെ പറയാവുന്ന സാധനമാണ് ഓക്സിജനോസ് ഡിവൈസ്. എന്താ പറയുക, സ്മൂത്ത്നെസ്സും ആനിമേഷനൊക്കെ ശരിക്കും കിടിലെന്ന് വേണമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോട്ട് വൈസ് ഒക്കെ ഇത് ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഞാൻ നമ്മുടെ ചാനലിൽ OnePlus 13ഉം
13R ഉം 13S ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അൺബോക്സിങ്ങുകളിലൊക്കെ. ഇതിൽ നമുക്ക് ചെറുതായിട്ട് 2-3 ബ്ലോട്ട് വയേഴ്സ് ഉണ്ടായിരുന്നു, അതായത് ഗെറ്റ് ആപ്പ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോഡ് 5 പ്യുവർ ക്ലീൻ എന്താ പറയുക ഓക്സിജൻ വോയിസ് ആണ്. ഒരു ബ്ലോട്ട് വയർ ഉണ്ടായിരുന്നില്ല. അത് മറ്റേ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും, എന്നാലും ഇതിലും അതാ സംഭവം ഉണ്ടാകുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ OnePlus ഫോൺ, അതുകൊണ്ടായിരിക്കും അവർ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഫോണിലൊക്കെ ചിലപ്പോൾ അത് ഒഴിവാക്കിയായിരിക്കും. അതിലെടുത്ത് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഒരു ബെസ്റ്റ് ഒരു 30,000 റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ശരിക്കും കണ്ണും പൂട്ടിയെടുക്കാം. പിന്നെ വലിയ ഡിസ്പ്ലേ വരുന്ന ഫോണാണ്. അപ്പം അത് ഇഷ്ടമുള്ളവർ മാത്രം എടുക്കുക. കുട്ടി ഫോൺ വേണമെന്നുള്ളവർക്ക് പിന്നെ അത് പറ്റില്ല കേട്ടോ. അത് ഞാൻ മെയിൻ എടുത്ത് പറയുന്നത് ഇപ്പോൾ കോമ്പാക്ട് ഫോൺ ഭയങ്കര പ്രിയമേറി വരുന്നുണ്ട്. കുറേ പേർക്ക് ഇപ്പോൾ കോമ്പാക്ട് ഫോൺ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സൈസിൻ്റെ കാര്യം എടുത്ത് പറയാൻ മെയിൻ കാരണം കേട്ടോ. ഇൻബിൽഡായിട്ട് നമുക്ക് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യം പറഞ്ഞു വിചാരിക്കുന്നു. നമുക്ക് സെപ്പറേറ്റ് ഒരു എന്താ ബട്ടൺ വരുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ മ്യൂട്ട് ബട്ടണായിട്ട് ഉപയോഗിക്കാം, ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഞാൻ ഇതിൽ ക്യാമറയാണ് ഓണാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. പിന്നെ നമുക്ക് ഈ സാധനം ക്യാമറ ബട്ടണായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ കാണിച്ചു തരാം, നോക്കോട്ടെ. നമ്മുടെ ആപ്പിളൊക്കെ 70,000 രൂപ ഇറക്കിയ സാധനമില്ലേ, അത് ഇതിലുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ക്യാമറ ഷട്ടർ, അതും കറക്റ്റ് പൊസിഷനില്ല ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാൻ, നോക്കിക്കോട്ടെ. എന്താ ഇപ്പം ഞാൻ എടുത്ത ഫോട്ടോൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറിയ ഒരു സെക്കൻഡ്, 2-3 സെക്കൻഡ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിങ്ങിന് എടുക്കുന്നുണ്ട്. എന്താ ക്വാളിറ്റി കണ്ടു. ഞാൻ സെൽഫിയിലും വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. എന്തായാലും ഇവിടെ റിയൽ ടൈമിൽ തന്നെ നമുക്ക് ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്റ്റുഡിയോ ലൈറ്റിലുള്ളത്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ് കേട്ടോ. ഇപ്പോൾ ലൈറ്റ് സ്റ്റുഡിയോൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ലൈറ്റ് ഒന്നുമില്ല. പക്ഷേ കണ്ടോ, പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. 30,000 രൂപയ്ക്ക് ശരിക്കും നല്ല വെറുത്തുനിന്ന് വേണമെങ്കിൽ സാധനം തന്നെ പറയാം കേട്ടോ. നമ്മുടെ ഇവരുടെ CE5 എന്ന സാധനം ഉണ്ട്, അതും വലിയ മോശമില്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ അതിൽ ബിൽഡ് ക്വാളിറ്റീൻ്റെ അത്ര വരില്ലെങ്കിലും പക്ഷേ ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്യാമറ തന്നെ സെറ്റപ്പ് അതിന് അതിലും വരുന്നത് കേട്ടോ. അത് 5,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നാനായിട്ട് നല്ല എതിർക്കായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ചെയ്യാത്തത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സിമിലറാണ്, വലിയ പ്രൈസ് ഡിഫറൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ട് ഓൾറെഡി എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തൽക്കാലത്തേക്ക് നമ്മൾ റിവ്യൂ കാണാനൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. ഇത് 2 അതിലുണ്ടായിരുന്നു, നോഡ് 5 2 ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ക്വിക്ക് റിവ്യൂ എന്ന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് കാണാം.